ಮಕ್ಳೇ, ಉತ್ತರ ಹಳ್ಳಿಗೆ ಹೋಗ್ಬೇಕಂದ್ರೆ ಯಾವ ಸೈಡು? കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം ജീവിതത്തോട് വെറുപ്പായിരുന്നു കെമ്പമ്മയ്ക്ക്. നല്ല വസ്ത്രം ധരിക്കുന്ന ധാരാളം പണമുള്ള കുട്ടികളോടായിരുന്നു അവർക്കെന്നും പ്രിയം. തനിക്കിതൊന്നും ഇല്ലാത്തതിൽ വീട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ ശപിച്ച് ജീവിച്ച ബാല്യം. ബംഗളൂരു നഗരത്തിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള കഗല്ലിപുര ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ 1970-ലാണ് കെമ്പമ്മ ജനിക്കുന്നത്. മറ്റു കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും കെമ്പമ്മയും വളർന്നു. പണവും പ്രതാപവും ഇഷ്ടപ്പെട്ടിരുന്ന കെമ്പമ്മയ്ക്ക് എന്നാൽ അതൊന്നും ആസ്വദിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായപ്പോഴേക്കും ഗ്രാമത്തിലെ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ കെമ്പമ്മയുടെ വിവാഹവും നടന്നു. തയ്യൽക്കാരനായിരുന്ന ഹനുമാനപ്പയായിരുന്നു കെമ്പമ്മയുടെ ഭർത്താവ്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആദ്യത്തെ കുഞ്ഞും പിറന്നു. അമ്മയായും ഭാര്യയായുമുള്ള പരാധീനതകൾ നിറഞ്ഞ ആ സാധാരണ ജീവിതത്തോട് കെമ്പമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. മറ്റുള്ളവരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങളും അവരുടെ കഴുത്തിലും കയ്യിലും മിന്നുന്ന പല മോഡൽ സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു കെമ്പമ്മയെ എപ്പോഴും ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പണം വേണം, ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വേണം, ഇത് പറഞ്ഞുകൊണ്ട് അവർ ഹനുമാനപ്പയുടെ തലയ്ക്ക് സ്വൈര്യം കൊടുക്കാതെയായി. എന്നാൽ ആ ഭ്രമത്തിലേക്കൊന്നും അടുക്കാൻ പോലും അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവോ ശേഷിയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല എന്ന കാര്യം കെമ്പമ്മ ഓർത്തതേയില്ല. താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും നിരാശപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ ആ ദാരിദ്ര്യത്തിൽ നിന്നും പെട്ടെന്ന് കരകയറാൻ കെമ്പമ്മ ഒരു വഴി കണ്ടെത്തി. എന്തായിരുന്നു ദാരിദ്ര്യത്തെ മറികടക്കാൻ കെമ്പമ്മ കണ്ടെത്തിയ ആ വഴി? ആ വഴി വിജയിച്ചോ? കെമ്പമ്മ എങ്ങനെ രാജ്യം വിറപ്പിച്ച ലേഡി സീരിയൽ കില്ലർ സയനൈഡ് മല്ലികയായി മാറി? മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.